കഴുത്തറുപ്പൻ പലിശക്കാരുടെ ബ്ലേഡിൽ കുടുങ്ങി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന വാർത്ത നമ്മളേറെ കേട്ടതാണ്. കൊള്ളപ്പലിശക്കാരുടെ എണ്ണം കൂടുന്നുവെന്ന വാർത്തയും നമ്മൾ ഞെട്ടിച്ചതാണ്. തൃശൂർ പാവറട്ടിയിൽ ലോൺ അടവ് മുടങ്ങിയതിന് കളക്ഷൻ ഏജന്റ് വീട്ടമ്മയും മക്കളെയും ക്രൂരമായി ആക്രമിച്ചു. സംഭവത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയിൽ മനംനൊന്ത് തൃശൂരിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത് ദിവസങ്ങളെയാകുന്നുള്ളൂ. തൃശൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ് പലിശക്കാരുടെ ക്രൂരതയുടെ വാർത്ത വീണ്ടും വരുന്നത്. മരുതയൂരിലെ ഒരു മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് വീട്ടമ്മയും മറ്റു കുറച്ചു സ്ത്രീകളും ചേർന്ന് പണം വായ്പ എടുത്തിരുന്നു. മരുതയൂരിലെ സന്ധ്യയുടെ പേരിലായിരുന്നു വായ്പ. കൃത്യമായി പണം തിരിച്ചടച്ചിരുന്നു. ഇടയിൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അടവ് മുടങ്ങി. ഇതിനു പിന്നാലെയാണ് കമ്പനിയുടെ കളക്ഷൻ ഏജന്റ് സന്ധ്യയുടെ വീട്ടിലെത്തിയത്. 2 ദിവസത്തെ സാവകാശം സന്ധ്യ കളക്ഷൻ ഏജന്റായ 29-കാരനായ ധീരജിനോട് ആവശ്യപ്പെട്ടു. ആവശ്യം നിരാകരിച്ച ധീരജ് സന്ധ്യയുടെ മൊബൈൽ ഫോൺ ബലമായി പിടിച്ചു വാങ്ങി. ഇത് ചോദ്യം ചെയ്തതോടെ സന്ധ്യയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് നിലത്തുകൂടി വലിച്ചഴിച്ചു. കഴുത്തിലമർത്തി ശ്വാസം മുട്ടിക്കാനും ശ്രമിച്ചു. അതിക്രമം കണ്ട അയൽവാസിയായ സുബൈദ ധീരജിനെ തടയാൻ ശ്രമിച്ചു. സുബൈദയെയും ധീരജ് ആക്രമിച്ചു. പരുക്കേറ്റ വീട്ടമ്മമാരെ മുല്ലശ്ശേരി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് ധീരജിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. പ്രതിയെ പിന്നീട് റിമാൻഡ് ചെയ്തു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.